ചെറിയൊരു വൈറ്റമിൻ പക്ഷെ വലിയൊരു പ്രാധാന്യം. നമ്മുടെ ശരീരത്തിന് ആവശ്യമായ വൈറ്റമിൻ ഡിയെ കുറിച്ച് നമുക്ക് എത്രമാത്രം അറിയാം? ഇതിന്റെ മറ്റൊരു പേരാണ് സൺഷൈൻ വൈറ്റമിൻ. കാരണം സൂര്യപ്രകാശം നമ്മുടെ തൊലിയിൽ തട്ടുമ്പോൾ നാച്ചുറലി നമ്മുടെ ബോഡി വൈറ്റമിൻ ഡിയെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. വൈറ്റമിൻ ഡി നമ്മുടെ ബോൺ, ടീത്ത് എന്നിവ സ്ട്രോങ് ആക്കാനും കാൽസ്യം ശരിയായി ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യാനും അതുപോലെ കുട്ടികളിൽ അസ്ഥി വളർച്ചയ്ക്കും മുതിർന്നവരിൽ ബോൺ വീക്ക്നെസ്സിനെ തടയാനും അതുപോലെ ഇമ്മ്യൂണിറ്റി ഇംപ്രൂവ് ചെയ്യാനും ഹാർട്ട് ഹെൽത്തിനെയും മെൻ്റൽ ഹെൽത്തിനെയും ഇത് ഒരുപോലെ സഹായിക്കുന്നുണ്ട്. സ്ഥിരമായ ക്ഷീണം, അസ്ഥിവേദന, മസിൽ വീക്ക്നെസ്, മുടി കൊഴിച്ചിൽ, ആവർത്തിച്ചുണ്ടാകുന്ന അസുഖങ്ങൾ, കുട്ടികളിലുണ്ടാകുന്ന ബോൺ ഗ്രോത്ത് ഇഷ്യൂസ്, മുതിർന്നവരിലുണ്ടാകുന്ന ഫ്രാക്ചേഴ്സിന്റെ സാധ്യതയും വൈറ്റമിൻ ഡി കുറവ് മൂലമുണ്ടാകുന്ന ലക്ഷണങ്ങളാണ്. പലരും ചെയ്യുന്നൊരു മിസ്റ്റേക്കാണ് വൈറ്റമിൻ ഡി എംപ്റ്റി സ്റ്റൊമക്കിൽ കൺസ്യൂം ചെയ്യുക എന്നത്. വൈറ്റമിൻ ഡി ഒരു ഫാറ്റ് സോലുബിൾ വൈറ്റമിൻ ആണ്. അതുകൊണ്ട് തന്നെ ഫാറ്റ് അടങ്ങിയൊരു ഫുഡ് കൺസ്യൂം ചെയ്തതിന് ശേഷം എടുത്താൽ മാത്രമാണ് നല്ലൊരു അബ്സോർപ്ഷൻ ഉണ്ടാകുക. വൈറ്റമിൻ ഡി എടുക്കേണ്ടത് ഭക്ഷണശേഷമോ അല്ലെങ്കിൽ ഫാറ്റ് അടങ്ങിയൊരു ഫുഡ് കൺസ്യൂം ചെയ്തതിന് ശേഷമോ ആണ്. ഫോർ എക്സാമ്പിൾ എഗ്, എസ്പെഷ്യലി ദ എഗ് യോക്ക്, മിൽക്ക്, നട്ട്സ്, ഓയിൽ അല്ലെങ്കിൽ നെയ്യ് ഉപയോഗിച്ചുണ്ടാക്കിയ ഭക്ഷണം. അതുപോലെ വൈറ്റമിൻ ഡി കിട്ടാനുള്ള അടുത്ത മാർഗമാണ് രാവിലെ ഒരു 50 to 20 മിനിറ്റ്സ് സൂര്യപ്രകാശം സ്വീകരിക്കുക എന്നത്. അല്ലെങ്കിൽ D2 അല്ലെങ്കിൽ D3 അടങ്ങിയ സപ്ലിമെൻസുകൾ എടുക്കാം. സ്വയം ഉയർന്ന ഡോസ് എടുക്കാതിരിക്കുക. ഓവർ ഡോസ് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകാം. ആരോഗ്യകരമായ ജീവിതത്തിന് വൈറ്റമിൻ ഡിയെ മറക്കരുത്. ചെറിയ ശ്രദ്ധ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയേക്കാം.